നാടിനെ നടുക്കി തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം. 2 പേരുടെ മരണം പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പേരുമല സ്വദേശി അസ്നാനാണ് കൊലപാതകം നടത്തിയത്. 6 പേരെ കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞ് ഇയാൾ പോലീസ് സ്റ്റേഷനിലെത്തുകയായിരുന്നു. സ്വന്തം സഹോദരിയെയും മാതാവിനെയും കൊലപ്പെടുത്തിയതായിട്ടാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകാനുണ്ട്. ഷഫീദ്, അക്ഷരാർത്ഥത്തിൽ നമ്മളെ നടുക്കുന്നതാണ് ഈ കൊലപാതകം. പ്രതി മാനസിക വൈകല്യമുള്ള ആളാണോ അതോ എന്താണ് പോലീസ് ഇക്കാര്യത്തിൽ പറയുന്നത്? 6 പേരെ കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പ്രതി എത്തുകയായിരുന്നു എന്ന വിവരമാണല്ലോ പുറത്തുവരുന്നത്. പുതിയ വിവരങ്ങൾ എന്തൊക്കെ? ഗോപികൃഷ്ണൻ, തലസ്ഥാനത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ കേരളത്തെ സംബന്ധിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അല്പസമയം മുൻപ് തിരുവനന്തപുരം വെഞ്ഞാറമൂട് എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് നിന്ന് പുറത്തു വരുന്നത്. ഏതാണ്ട് 7 മണിയോടുകൂടിയാണ് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലേക്ക് അസ്നാൻ എന്ന 23 വയസ്സുകാരൻ താൻ കുടുംബത്തിലെ കുറച്ചധികം പേരെ കൊലപ്പെടുത്തി എന്ന് പറഞ്ഞ് എത്തുന്നത്. 6ഓളം പേരെ കൊലപ്പെടുത്തി എന്നുള്ളതായിരുന്നു ഇയാൾ പോലീസിന് നൽകിയ മൊഴി. പിന്നീടാണ് പേരുമല എന്ന് പറയപ്പെടുന്ന അസ്നാന്റെ വീട്ടിൽ പോലീസ് സംഘം പരിശോധനയ്ക്ക് എത്തുമ്പോൾ സഹോദരിയെ കൊലപ്പെടുത്തിയെന്നായിരുന്നു ഇയാൾ പറഞ്ഞിരുന്നത്. പക്ഷേ പോലീസ് എത്തി കാണുന്നത് ഇയാൾ ആക്രമിച്ച നിലയിൽ കണ്ടെത്തിയ 2 പേരെ, അതൊരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയുമായിരുന്നു. അത് അസ്നാന്റെ സഹോദരനും അതേപോലെ തന്നെ അസ്നാൻ ഒരു പെൺകുട്ടിയെ വിളിച്ചിറക്കി കൊണ്ടുവന്നു എന്നുള്ളൊരു വിവരം പോലീസ് ഇപ്പോൾ പങ്കുവെക്കുന്നുണ്ട്. ആ കുട്ടിയുമാണ് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ആ 2 പേരുടെയും മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. വെഞ്ഞാറമൂട് ഗോകുലം ആശുപത്രിയിലേക്ക് അവരുടെ മൃതദേഹങ്ങൾ കൊണ്ടുപോയി എന്നുള്ള വിവരം കൂടി ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. അതേസമയം പാങ്ങോട് എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് അസ്നാന്റെ പിതൃ മാതാവിനെ ഇയാൾ കൊലപ്പെടുത്തി എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പോലീസ് കൺഫേം ചെയ്ത് പറയുന്നുണ്ട്. പേര് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്നത് ഫാത്തിമ ബീവി എന്നുള്ളതാണ്. ഏതായാലും അസാധാരണമായ ഞെട്ടിക്കുന്ന സംഭവമാണ്. അല്ല ഷഫീദ്, എത്ര കൊലപാതകങ്ങളാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയത്, സ്ഥിരീകരിക്കുന്നത്? 2 കൊലപാതകം പോലീസ് ഇപ്പോൾ സ്ഥിരീകരിച്ചുറപ്പിക്കുന്നുണ്ട്. അവരുടെ മൃതദേഹം ഗോകുലം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. പാങ്ങോട് ഒരു വീട്ടിൽ ഒരു വയോധികയെ ആക്രമിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അസ്നാന്റെ പിതാവിന്റെ വീടാണ്. അവിടെ പിതാവിന്റെ മാതാവിനെ ഇയാൾ ആക്രമിച്ചു എന്ന് പോലീസിനോട് മൊഴി നൽകിയിരുന്നു. അതും പോലീസ് ഏതാണ്ട് ഉറപ്പിക്കുന്നുണ്ട്. പക്ഷേ കുറച്ച് മിനിറ്റുകൾ കൂടി നമുക്ക് ക്രോസ് ചെക്ക് ചെയ്ത ശേഷം പോലീസ് ആ വിവരം നമ്മളോട് അറിയിക്കാം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പേരുമല, ചുള്ളാളം, പാങ്ങോട് എന്നിങ്ങനെ 3 സ്ഥലങ്ങളിൽ ആക്രമണം നടത്തി എന്നുള്ളതായിരുന്നു ഇയാൾ പോലീസിനോട് പങ്കുവെച്ച് പോലീസ് നമ്മളോട് പറഞ്ഞ വിവരം. ഏതായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ 3 പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലായി 3 പോലീസ് സംഘം അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം ഇയാളെ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്തു വരികയാണ്. ഇപ്പോൾ പ്രതിയെ കുറിച്ച് എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ പോലീസ് നൽകുന്നുണ്ടോ? ഗോപികൃഷ്ണൻ, 23 വയസ്സുള്ള അസ്നാൻ എന്നുള്ളതാണ്. ഇയാളെ അഫാൻ എന്നും അറിയപ്പെട്ടിരുന്നു നാട്ടിൽ എന്ന് പോലീസ് പറയുന്നുണ്ട്. പോലീസും ഞെട്ടിയിരിക്കുകയാണ്. കാരണം ഇങ്ങനെ ഒരു കുട്ടി, ഒരു യുവാവ് പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വന്ന് താൻ ഇത്ര പേരെ കൊലപ്പെടുത്തി എന്നുള്ള ഞെട്ടലിലാണ് വെഞ്ഞാറമൂട് പോലീസും ഉള്ളത്. ഉടൻ തന്നെ ആറ്റിങ്ങൽ ഡിവൈഎസ്പി വിവരം അറിയിക്കുകയായിരുന്നു. ഇയാൾ ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലായിരുന്നുവെന്നും അതിന്മേൽ വീട്ടിൽ ചില തർക്കങ്ങൾ നടന്നിരുന്നു എന്നതടക്കമുള്ള സൂചനകൾ ഈ ഘട്ടത്തിൽ പോലീസിന് ലഭിക്കുന്നുണ്ട്. പക്ഷേ പോലീസ് ഈ സംഭവ സ്ഥലത്തെത്തി ആദ്യം ഡെത്ത് കൺഫേം ചെയ്യണം, അതിനുശേഷം കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കാം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളോട് അറിയിച്ചിരിക്കുന്ന വിവരം. ഗോപികൃഷ്ണൻ. ഷഫീദ്, ഇത് വളരെ ഗൗരവമുള്ള ഒരു സംഭവമായി മാറുന്നു. കാരണം 6 പേരെ കൊലപ്പെടുത്തി എന്നാണ് പ്രതി പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിരിക്കുന്നത്. 2 പേരുടെ കൊലപാതകം നടന്നു എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു. മറ്റിടങ്ങളിൽ, പ്രതി പറഞ്ഞ ഇടങ്ങളിലാണോ പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്, പരിശോധനകൾ നടത്തുന്നത്? അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ ഇടങ്ങളിൽ കൊലപാതകം, ആരെയൊക്കെ കൊല ചെയ്തു എന്നാണ് പ്രതി പറഞ്ഞിരിക്കുന്നത്? എവിടെയൊക്കെ കേന്ദ്രീകരിച്ചിട്ടാണ് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ നടക്കുന്നത്? പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി അസ്നാൻ ആദ്യം പോലീസിനോട് പറഞ്ഞത് താൻ 6 പേരെ കൊലപ്പെടുത്തി എന്നുള്ളതാണ്. പേരുമലയിൽ 3 പേര്, ചുള്ളാളത്ത്, പേരുമല ഇയാൾ അസ്നാൻ താമസിച്ചിരുന്ന വീടാണ്. ചുള്ളാളത്ത് 2 പേർ. ആ 2 പേർ ഇയാൾ നമ്മൾ സംശയിക്കുന്ന അനുസരിച്ചാണെങ്കിൽ ഈ പെൺകുട്ടിയുടെ വീടാണോ എന്നുള്ളൊരു സംശയമുണ്ട്. പാങ്ങോട് ഒരാൾ, അത് ഈ പിതാവിന്റെ മാതാവാണ്. ഈ പാങ്ങോട്ടെ കൊലപാതകം പോലീസ് ഏതാണ്ട് ഇപ്പോൾ ഉറപ്പിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും പോലീസ് ഔദ്യോഗികമായി നമുക്കൊരു സ്ഥിരീകരണം നൽകിയിട്ടില്ല. അങ്ങനെ മൊത്തം 6 പേർ, പേരുമലയിൽ 3 പേരെയും ചുള്ളാളത്ത് 2 പേരെയും പാങ്ങോട് ഒരാളെയും കൊലപ്പെടുത്തി, അങ്ങനെ 6 പേരെ കൊലപ്പെടുത്തി എന്നുള്ളതാണ് ഇയാൾ ഇപ്പോൾ പോലീസിനോട് പങ്കുവച്ച വിവരം. അതിൽ 2 പേരുടെ, അതായത് അസ്നാന്റെ വീട്ടിലുണ്ടായിരുന്ന 2 പേരുടെ മരണം ഇപ്പോൾ പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. അത് ഒന്ന് അസ്നാന്റെ സഹോദരനും ഒന്ന് അസ്നാൻ വിളിച്ചിറക്കി കൊണ്ടുവന്ന പെൺകുട്ടിയാണോ എന്നുള്ളത് പോലീസ് ഇപ്പോൾ സ്ഥിരീകരിച്ചു വരികയാണ്. 2 മരണം പോലീസ് കൺഫേം ചെയ്യുന്നുണ്ട്. ഈ അസ്നാന്റെ വീട്ടിൽ ഗ്യാസ് സിലിണ്ടർ തുറന്നുവിട്ട നിലയിലായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസിന് ആദ്യഘട്ടത്തിൽ അങ്ങോട്ടേക്ക് അടുക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് ഫയർഫോഴ്സിന്റെ സഹായത്തോടു കൂടിയാണ് പോലീസ് ഈ സംഭവ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ആ വീട്ടിലേക്ക് എത്തിയത്. ഇപ്പോൾ പോലീസ് വീടിന്റെ അകത്ത് പരിശോധന നടത്തി വരികയാണ്. അതേസമയം കൂടുതൽ വിവരശേഖരണം പാങ്ങോട് നിന്നും ചുള്ളാളത്ത് നിന്നും വേണം.
പാങ്ങോടേക്ക് ഇപ്പോൾ പോലീസ് സംഘം എത്തി ആ വയോധികയുടെ മരണം ഉറപ്പിക്കുന്നു എന്ന തരത്തിലേക്കുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ചുള്ളാളത്തേക്ക് പോലീസ് സംഘം എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതൊരു കൂട്ടക്കൊലപാതകം, അത് നാടിനെ ഞെട്ടിക്കുന്ന വലിയൊരു വാർത്തയായി, വലിയൊരു സംഭവമായി മാറാനുള്ള സാധ്യതയുണ്ട്. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇയാൾ മുൻപെപ്പോഴെങ്കിലും മാനസിക ബുദ്ധിമുട്ടുകൾ, മാനസിക അസ്വാസ്ഥ്യങ്ങൾ കാണിച്ച ഒരാളാണ് എന്ന തരത്തിലേക്ക് നാട്ടുകാരിൽ നിന്നോ അവിടുത്തെ ഈ പഞ്ചായത്ത് അംഗങ്ങളിൽ നിന്നോ നമുക്ക് നമ്മൾ അവിടുത്തെ ഒരു പഞ്ചായത്ത് അംഗവുമായി സംസാരിച്ചിരുന്നു. പക്ഷേ അങ്ങനെ ഒരു വിവരം അവർക്കാർക്കുമില്ല. പക്ഷേ ഈ പെൺകുട്ടിയുമായി, ഇയാൾ പ്രണയത്തിലായിരുന്ന പെൺകുട്ടിയെ ചൊല്ലി ചില തർക്കങ്ങൾ ആ കുടുംബാംഗങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അസ്നാന്റെ പിതാവിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് കൂടുതൽ വിവരശേഖരണവും നടത്തി വരിക.